കുഞ്ഞുങ്ങളെ നമുക്ക് കുറച്ച് ഡെറിവേഷൻസ് നമുക്ക് പെട്ടെന്ന് ഒന്ന് കവർ ചെയ്ത് പോകാം. അതിനകത്ത് എൽ സി ആറിന്റെ ഞാനൊന്ന് പറഞ്ഞുതരാം. എൽ സി ആർ പറയുമ്പം എ സി ത്രൂ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ പറയേണ്ടതായിട്ടുണ്ട്. അതും പറയാം. അത് പറഞ്ഞിട്ട് നമുക്ക് നേരെ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലോട്ട് പോകാം. പിന്നെ അതിനകത്ത് ടോർക്ക് ആക്ടിംഗ് ആണ് റെക്ടാങ്കുലർ ഡൈപോൾ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്ന് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഡെറിവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ശ്രദ്ധിച്ചോ, എഴുതാൻ ഞാൻ സമയം തരില്ല. നിങ്ങളതൊന്ന് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുത്തു. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം. ഓക്കെ, ഒരു വൺ ഷോട്ട് പോലെ പെട്ടെന്ന് പറഞ്ഞു പോവാം. നമ്മള് എ സിയുടെ കാര്യം പറയുന്ന സമയത്ത് എ സി ത്രൂ റെസിസ്റ്റർ ആണ് അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ആദ്യത്തെ എ സി ത്രൂ റെസിസ്റ്റർ, എ സി ത്രൂ റെസിസ്റ്റർ, എ സി ത്രൂ കപ്പാസിറ്റർ, എ സി ത്രൂ ഇൻഡക്ടർ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് പഠിച്ചാൽ മാത്രം മറ്റേത് ആൾട്ടർനേറ്റിംഗ് കറന്റിന്റെ എന്താ എൽ സി ആർ സർക്യൂട്ട് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം എല്ലാവരും ചില വർഷങ്ങളിൽ കണ്ടിട്ടുള്ളത്, എല്ലാവരും എൽ സി ആർ പഠിച്ചിട്ട് പോകും, പക്ഷേ എ സി ത്രൂ റെസിസ്റ്ററോ കപ്പാസിറ്ററോ ഇൻഡക്ടറോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ, എനിക്ക് വേണമെങ്കിൽ എൽ സി ആർ മാത്രം പഠിപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഇതും കൂടെ, എനിക്കൊന്ന് ഇത് കുറെ തവണ പഠിപ്പിച്ചാണ്, എന്നാലും പെട്ടെന്ന് ഒന്ന് നോക്കിക്കോളൂ. അപ്പൊ എ സി ത്രൂ റെസിസ്റ്ററിനകത്ത് ഒരു റെസിസ്റ്റർ വരയ്ക്കുക, അതിലൂടെ എ സി കടന്നു പോകുന്നതായിട്ട് മനസ്സിലാക്കുക. അവിടെ നിന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്ന ഇ എം എഫിന്റെ ഇക്വേഷൻ E0 സൈൻ ഒമേഗ ടി ആണ്. ഇവിടെ ആർ എന്ന് പറയുന്ന റെസിസ്റ്റർ ആണ്. അപ്പം ഇ എന്ന് പറയുന്ന ഇ എം എഫ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഐ കണ്ടുപിടിക്കണം, അവർ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓംസ് ലോ വെച്ചിട്ട് നമുക്കറിയാം ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. ഇവിടത്തെ കേസ് വരുമ്പോൾ ഇ ബൈ ആർ വരും. ഇവിടെ ഇക്ക് E0 സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഡിവൈഡ് ബൈ ആർ. E0 മാക്സിമം ഇ എം എഫ് ആണ്, മാക്സിമം ഇ എം എഫ് ബൈ മാക്സിമം ഇ എം എഫ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മാക്സിമം കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്ന് കിട്ടി. ഓക്കെ, നമുക്കറിയാം ഇതും സൈനിലുള്ള വാല്യൂ, ഇതും സൈനിലുള്ള വാല്യൂ, ഇതിന്റെ ആംഗിളും ഒമേഗ ടി, ഇതിന്റെ ആംഗിളും ഒമേഗ ടി, രണ്ടും സെയിം ഫേസ് ആംഗിളിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ഇവരുടെ ഒരു ടേബിൾ വരയ്ക്കുക. ടേബിൾ വരയ്ക്കുന്നതിനകത്ത് നമ്മൾ ഇയുടെ വാല്യൂ കൊടുക്കുക E0 സൈൻ ഒമേഗ ടി, അതേപോലെ തന്നെ ഐയുടെ വാല്യൂ കൊടുക്കുക I0 സൈൻ ഒമേഗ ടി. തീറ്റയ്ക്ക് ഓരോ വാല്യൂ കൊടുക്കുക. തീറ്റയ്ക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ 0 കൊടുക്കണം, 90 കൊടുക്കണം, 180 കൊടുക്കണം, 270 കൊടുക്കണം, 360 കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ E0ക്ക് നിങ്ങൾ നോക്കിയാൽ മതി. E0 സൈൻ ഒമേഗ ടിക്ക് ഒമേഗ ടിക്ക് 0 കൊടുക്കുമ്പോൾ സൈൻ 0 0, E0 × 0 0, E എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. സൈൻ 90 കൊടുക്കുമ്പോൾ 1 വരും, E0 × 1 E0 ആണ്, അപ്പം ഇത് E0 എന്ന് വരും. വീണ്ടും 0, വീണ്ടും നെഗറ്റീവ് E0 0. ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് ബാക്കി ഇങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ എഴുതിയാൽ മതി. ഇവിടെ 0 I0 0, വീണ്ടും നെഗറ്റീവ് I0, വീണ്ടും 0. ഓക്കെ, ഗ്രാഫ് വരയ്ക്കണം. ചില സ്കൂളുകളിൽ ഇ എം എഫും E0 I0യും വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ അതായത് എനിക്കൊന്ന് സിറ്റാഡിൽ പഠിപ്പിക്കുന്നത് E0 I0യും ചെറിയ വേരിയേഷൻ ഉണ്ട്. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്നതും മിക്കവാറും ഉള്ള സ്കൂളിലെല്ലാം പഠിപ്പിക്കുന്നതും ഒക്കെ E0യും I0യും ഒരേ ലെവലിൽ തന്നെയാണ് തരുന്നത്. റിയലി ഇച്ചിരി വേരിയേഷൻ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഒരേപോലെ പഠിച്ചാൽ അതിനകത്ത് വലിയ പ്രസക്തിയില്ല. അപ്പൊ ഇവിടെ 0 കൊടുക്കുന്നു, ഇവിടെ 90 കൊടുക്കുന്നു, ഇവിടെ 180 കൊടുക്കുന്നു, ഇവിടെ 270 കൊടുക്കുന്നു, ഇവിടെ 360 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒമേഗ ടി 0 ആകുന്ന സമയത്ത് ഇത് 0 ആണ്. ഒമേഗ ടി 0 ആകുന്ന സമയത്ത് ഇ എം എഫ് 0, 90 ആകുമ്പോൾ ഇ എം എഫ് E0, 180 ആകുമ്പോൾ വീണ്ടും 0, 270 ആകുമ്പോൾ നെഗറ്റീവ് E0, 360 ആകുമ്പോൾ 0. ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ, അടുത്തത് കറണ്ടിന്റെ ഗ്രാഫ്. അതിന്റെ മുകളിൽ കൂടെ തന്നെ ആയിരിക്കും പോകുന്നത്. അതിന്റെ മുകളിൽ കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനോട് ചേർത്ത് ഒരു ഡോട്ടഡ് ഡയഗ്രാം ആക്കി വരയ്ക്കും. ഓക്കെ, ഇനി അതിന്റെ ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞ ഒരു ഡയഗ്രാം നമുക്ക് പഠിക്കാനുണ്ട്. ഫേസർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ആക്സിസ് ഒന്നും അല്ല അത് കേട്ടോ. അത് ആംഗിള് റെപ്രസെന്റ് ചെയ്യുന്ന ലെവൽസ് ആണ്. അപ്പൊ ഇത് 0, ഇത് 90, ഇത് 180, ഇത് 270, ഇത് 270, ഇത് വീണ്ടും 360ലേക്ക് വരും. ഇത് ഒരു ബേസ് ലെവലാണ്. ഈ വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംഗിൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഇതൊരു വരയാണെങ്കിൽ വേറൊരു വര ഇങ്ങനെ പോവാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ ആംഗിൾ എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ആംഗിൾ എടുക്കുന്നത് ഈ 0 എന്ന് പറഞ്ഞ ലെവലിൽ നിന്നാണ്. ഈ ഇ എം എഫ് പോകുന്നത് ഒമേഗ ടി ആംഗിളിലാണ് പോകുന്നത്. ഇതാണ് ഒമേഗ ടി. അപ്പൊ ഇവിടെ ഇ എം എഫ് സഞ്ചരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്കറിയാം കറണ്ടും അതിന്റെ മുകളിൽ കൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ കൂടെ തന്നെ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ മുകളിൽ കൂടെ തന്നെ കറണ്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. ഓക്കെ,
ഇനിയും എല്ലാ റെസിസ്റ്റീവ് സർക്യൂട്ടിലെയും പവർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പവർ ഇൻ റെസിസ്റ്റീവ് സർക്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്. ഇവിടത്തെ കേസിൽ ഇ ഇൻറ്റു ഐ എന്ന് വരും. പി ഈസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ആണ്. ഐ എന്ന് പറയുന്നത് ഐ സീറോ സൈൻ ഒമേഗ ടി ആണ്. എപ്പോഴും ആലോചിച്ചോണം, ഈ പവർ ഇൻസ്റ്റന്റേനിയസ് പവർ ആണ്. ഈ ഡി പി എന്നൊക്കെ പറയുന്നത് ഡി പി ഡി ടി ഡി വി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള പവർ ആണ്. കാരണം ഒമേഗ ടി എന്ന് പറയുന്ന ആംഗിളിലുള്ള സമയത്തുള്ള പവർ ആണിത്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ 1 സൈക്കിളിന്റെ പവർ എങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 തൊട്ട് ടി ടൈം പീരീഡ് വരെ ഇ സീറോ ഐ സീറോ പുറത്തെടുത്ത് ബാക്കി ഇന്റഗ്രൽ 0 ടു ടി സൈൻ സ്ക്വയർ ഒമേഗ ടീനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ 0 ടു ടി സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ വാല്യൂ t/2 ആണ്. അപ്പൊ E0 I0 t/2 എന്ന് വന്നു. ഇത് പി ടോട്ടൽ എന്ന് വന്നു. ഇനിയും നമുക്ക് ആവറേജ് പവർ കണ്ടുപിടിക്കണം. പി ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പി ടോട്ടലിനെ നമ്മൾ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം E0 I0 t/2 ഡിവൈഡ് ബൈ ടി ചെയ്ത് കഴിഞ്ഞാൽ ടി ക്യാൻസൽ ചെയ്യുമ്പോൾ E0 I0 ബൈ 2 എന്ന് വരുന്നു. ഇതിനെ നമുക്ക് E0 ബൈ റൂട്ട് 2 ഇൻറ്റു I0 ബൈ റൂട്ട് 2 എന്നാക്കാം. കാരണം 2നെ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്നാക്കാം. E0 ബൈ റൂട്ട് 2 ഇ ആർ എം എസ് ആണ്. I0 ബൈ റൂട്ട് 2 ഐ ആർ എം എസ് ആണ്. അങ്ങനെ പവറിന്റെ ആവറേജ് പവർ എന്ന് പറയുന്നത് ഇ ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. അതേപോലെ തന്നെ അടുത്ത കേസ് നമ്മൾ നോക്കുന്നത് എ സി ത്രൂ എന്താണ് ഇൻഡക്ടർ ആണ്. എ സി ത്രൂ ഇൻഡക്ടർ എ സി ത്രൂ ഇൻഡക്ടർ ആണ്. ഇൻഡക്ടർ നമുക്ക് ഇൻഡക്ടൻസിന്റെ അപ്പം എ സി ത്രൂ ഇൻഡക്ടറിന്റെ ഒരു പടം വരയ്ക്കുക. എന്നിട്ട് അതിലോട്ട് എ സി കണക്ട് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന ഇ എം എഫിന്റെ ഇക്വേഷൻ E0 സൈൻ ഒമേഗ ടി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം അവിടുത്തെ ഐ കണ്ടുപിടിക്കണം. ഐ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാവുന്ന ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ഡിവൈഡ് ബൈ ഡി ടി ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫും ഈ ഇ എം എഫും എന്ത് തന്നെയാണ്, രണ്ടും സെയിം ആണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൽ ഡി ഐ ഡിവൈഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം ഡി ഐ കണ്ടുപിടിക്കുന്നു. ഡി ഐ ഈസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ എൽ സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും. ഡി ഐ അല്ല നമുക്ക് ഐ ആവേണ്ടത്. അതുകൊണ്ട് ഡി ഐനെ ഐ ആക്കണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ഐ ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് E0 സൈൻ ഒമേഗ ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ E0 ഡിവൈഡ് ബൈ എൽ ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി എന്ന് വരുന്നു. സൈൻ ഒമേഗ ടി എന്ന് വരുന്നു. സൈൻ ഒമേഗ ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ എൽ സൈൻ ഒമേഗ ടിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ എന്നായിരിക്കും കിട്ടുക. കാരണം സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി, വീണ്ടും ആ ഒമേഗ ടിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ ഒമേഗ കിട്ടും. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഐ ഈസ് ഈക്വൽ ടു E0 ബൈ എൽ ഒമേഗ എന്ന് എഴുതുകയാണ്. ഇൻറ്റു അല്ലെ നെഗറ്റീവ് ഇടാക്കാം, ഇൻറ്റു കോസ് ഒമേഗ ടി. ഈ എൽ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് എൽ എന്ന് എടുക്കാം. എക്സ് എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. അതായത് ഇൻഡക്ടറിനകത്തെ റെസിസ്റ്റൻസിനെയാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് E0 ഡിവൈഡ് ബൈ എക്സ് എൽ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് എടുക്കാം. അപ്പം നമുക്കിവിടെ E0 ബൈ എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എഫ് മാക്സിമം ഇ എം എഫ് ബൈ റെസിസ്റ്റൻസ് എന്നായി. അത് മാക്സിമം കറണ്ട് ആവും. ഐ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് I0 കോസ് ഒമേഗ ടി. പക്ഷെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇ എം എഫ് E0 സൈൻ ഒമേഗ ടി ആണ്. പക്ഷെ ഇവിടുത്തെ കറണ്ട് നെഗറ്റീവ് I0 കോസ് ഒമേഗ ടി ആണ്. അപ്പൊ രണ്ടും ഡിഫറെന്റ് ആംഗിൾ ആണ്. സെയിം ആംഗിൾ ആക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിക്കണം. സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ആണ്. അപ്പം ഇവിടെ നമുക്ക് ഈ കോസ് ഒമേഗ ടിക്ക് വരും മൈനസ് I0 സൈൻ ഒമേഗ ടി മൈനസ് 90 എന്ന് കൊടുക്കും. ഓക്കെ, ഇനിയും ശരിക്കും ഒരു തിയറി സൈൻ ഓഫ് മൈനസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞൊരു റിലേഷൻ വെച്ചിട്ടാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ മൈനസിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചിന്തിക്കുക, അങ്ങനെ മനസ്സിലാക്കുക. ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ മൈനസ് ഒമേഗ ടി സൈൻ
സൈൻ മൈനസ് ഈ മൈനസ് അകത്തോട്ട് വരുമ്പോൾ ഇവിടെ മൈനസ് ഒമേഗ ടി ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 90 എന്ന് വരും. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ 9 ഇവിടുന്ന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ അവിടെ എടുത്ത് എഴുതിയത് തെറ്റിപ്പോയി. ഒരു സെക്കൻഡ്. ഓക്കെ, ഇവിടെ തൊട്ടൊന്ന് നോക്കിക്കോ. ഇതിനെ നമുക്ക് മൈനസ് I0 കോസ് ഒമേഗ ടിനെ ഞാൻ സൈൻ 90 മൈനസ് ഒമേഗ ടിന് എഴുതാൻ പോവാം. ഓക്കെ, എന്നിട്ട് മൈനസിനെ അകത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പം I0 സൈൻ മൈനസ് 90 പ്ലസ് ഒമേഗ ടി എന്ന് വരുന്നു. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് 90 എന്ന് എഴുതും. ഓക്കെ, അപ്പൊ ഐയും കിട്ടി, ഇയും കിട്ടി. ഇനി ഇവർ രണ്ടുപേരും സെയിം ഫേസ് ആംഗിളിലാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. EMF ഒമേഗ ടിയിലും ഐ കറണ്ട് ഒമേഗ ടി മൈനസ് 90 അതിനർത്ഥം കറണ്ട് പുറകിലാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പം എലി എന്ന് പറയുന്ന ഒരു വേർഡ് ഓർത്തിരുന്നാൽ മതി. ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എൽ ഇൻഡക്ടർ ആണ്. ഈ EMF അതായത് ഇൻഡക്ടറിൽ EMF മുമ്പിലും കറണ്ട് പുറകിലുമായിരിക്കും. എത്ര ഡിഗ്രി പുറകിലായിരിക്കും? 90 ഡിഗ്രി പുറകിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ ടേബിൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ടേബിൾ വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇയും ഇവിടെ ഐയും ആണ്. 0 കൊടുക്കുന്നു, 90 കൊടുക്കുന്നു, 180 കൊടുക്കുന്നു, 270 കൊടുക്കുന്നു, 360 കൊടുക്കുന്നു. 0, 90, 180, 270, 360. നമുക്കറിയാം EMFൻ്റെത് E0 നെഗറ്റീവ് E0 0 ആണ്. അതിനും സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, ഇനി ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഒമേഗ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ I0 സൈൻ 0 മൈനസ് 90, സൈൻ മൈനസ് 90 വരും. നമുക്കറിയാം സൈൻ മൈനസ് 90 എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് സൈൻ 90 എന്ന് എഴുതാം. അപ്പോൾ സൈൻ 90 1 ആണ്, അപ്പോൾ മൈനസ് 1 എന്ന് വരും. അപ്പം ഇവിടെ മൈനസ് I0 എന്ന് വരും. പിന്നെ 0 പ്ലസ് I0, 0 മൈനസ് I0. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ E0 I0, ഇവിടെ നെഗറ്റീവ് E0 നെഗറ്റീവ് I0, ഇവിടെ 0, 90, 180, 270, 360. ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു, വ്യത്യാസമൊന്നുമില്ല. രണ്ടാമത്തെ ഗ്രാഫ് നെഗറ്റീവ് I0 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു, ഇവിടെ മാക്സിമം ആവുന്നു, വീണ്ടും 0 ആവുന്നു, ഇവിടെ നെഗറ്റീവ് മാക്സിമം ആവുന്നു. ഇതായിരിക്കും അതിന്റെ ഗ്രാഫ്. ഫേസർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമുക്കറിയാം, നമ്മൾ ആദ്യം ഇവിടെ EMF ഫിക്സ് ചെയ്യും. EMF ഒരു ഒമേഗ ടി ആംഗിളിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, ഇതാണ് EMF. നമുക്കറിയാം എലി ആണ് ഓർക്കാൻ പറഞ്ഞത്. EMF മുമ്പിലും കറണ്ട് പുറകിലും ആയിരിക്കും. അപ്പൊ EMF ഇങ്ങനെ പോവാണെങ്കിൽ കറണ്ട് ഇതിന്റെ പുറകിൽ 90 ഡിഗ്രി ആയിരിക്കും. കണ്ടോ, ഇവിടെ 90 ഡിഗ്രി പുറകിലായിരിക്കും ആര് പോകുന്നത്? ഐ പോകുന്നത്. ഇതായിരിക്കും ഫേസർ ഡയഗ്രാം. ഇനി ഇവിടെ പവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ഇതിന്റെ പവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പവർ ഈസിക്വൽ ടു നമുക്കറിയാം E ഇൻറ്റു ഐ ആണ്. ഇവിടെ E0 സൈൻ ഒമേഗ ടി ഇൻറ്റു ഐക്ക് ഒരിക്കലും I0 സൈൻ ഒമേഗ ടി മൈനസ് 90 എടുക്കില്ല, മറ്റേ കോസിലുള്ള ഇക്വേഷൻ തന്നെ എടുക്കണം. മൈനസ് I0 കോസ് ഒമേഗ ടി എടുക്കാം. ഇവിടെ E0 നെഗറ്റീവ് I0 പുറത്തെടുത്തിട്ട് 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഇത് ഇൻസ്റ്റന്റേനിയസ് പവർ ആണെന്നറിയാം. ഇന്റഗ്രേറ്റ് ചെയ്യണം 0 തൊട്ട് ടി വരെ, 0 തൊട്ട് ടി വരെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് E0 I0 ഡിവൈഡ് ബൈ 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ സൈൻ 2 ഒമേഗ ടി ആണ്. ഇത് 0 തൊട്ട് ടി വരെ. നമുക്കറിയാം ഇന്റഗ്രൽ 0 ടു ടി സൈൻ 2 ഒമേഗ ടി 0 ആണ്. അപ്പൊ ഇത് പി ടോട്ടൽ കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോകും. പി ആവറേജ് എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഇതിനകത്ത് ഒരു ഗ്രാഫ് കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. അതായത് ഓക്കെ,
ഇതിന്റെ ഗ്രാഫ് ഏതാണെന്നറിയോ? ആ ഗ്രാഫ് ഓൾറെഡി എക്സൽ ഈസിക്കൽ ടു എൽ ഒമേഗ നമുക്കറിയാം. ആ ഒമേഗനെ നമുക്ക് 2π ന്യൂ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എല്ലും കോൺസ്റ്റന്റ് ആണ്, 2πയും കോൺസ്റ്റന്റ് ആണെങ്കിൽ എക്സൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ. ഗ്രാഫ് ന്യൂവും എക്സലും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും, കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇത് ഓർത്ത് വെച്ചാൽ. ഇനിയും അതേപോലെ തന്നെ നമുക്ക് എ സി ത്രൂ കപ്പാസിറ്ററും കൂടെ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ എൽ സി ആറിലോട്ട് പോവാണ്. എ സി ത്രൂ കപ്പാസിറ്റർ. എ സി ത്രൂ കപ്പാസിറ്റർ പഠിക്കുന്ന സമയത്ത് ഒരു കപ്പാസിറ്റർ വരയ്ക്കുക, അതിലൂടെ എ സി കടത്തിവിടുക. എ സി കടത്തിവിടുന്ന എ സിയുടെ ഇ എം എഫിന്റെ ഇക്വേഷൻ ഇ സീറോ സൈൻ ഒമേഗ ടി ആണ്. നമുക്കറിയാം കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു സി വി ആണ്. രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാ. ഡി ക്യൂ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സി കോൺസ്റ്റന്റ് പുറത്തിറക്കി ഡി വി ബൈ ഡി ടി. ഡി ക്യൂ ബൈ ഡി ടി കറണ്ട് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സി ഇൻറ്റു ഡി വി ബൈ ഡി ടിനെ വിക്ക് പകരം ഇ കൊടുത്തു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഇ സീറോ സൈൻ ഒമേഗ ടി ആണ്. ഇവിടെ ഐ ഈസ് ഈക്വൽ ടു ഇ സീറോ പുറത്തിറക്കി, അപ്പം ഇ സീറോ സി ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞു. സൈൻ ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ കോസ് ഒമേഗ ടി ആണ്. ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ ഇൻറ്റു ഒമേഗയാണ്. അപ്പൊ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു ഇ സീറോ സി കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഇ സീറോ സി ഒമേഗ കോസ് ഒമേഗ ടി എന്ന് പറയും. ഈ സി ഒമേഗനെ നമുക്ക് 1/1 സി ഒമേഗ എന്നാക്കാൻ പോവാം. അതായത് ഇ സീറോ ഇൻറ്റു 1/1 സി ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ഈ 1/1 സി ഒമേഗ എന്ന് പറയുമ്പോൾ 1 സി ഒമേഗ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് സി ആണ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, റെസിസ്റ്റൻസ് ഇൻ കപ്പാസിറ്റീവ് സർക്യൂട്ട്. അപ്പൊ അവിടെ ഐ ഈസ് ഈക്വൽ ടു ഇ സീറോ ഡിവൈഡഡ് ബൈ 1 സി ഒമേഗയ്ക്ക് പകരം എക്സ് സി എന്ന് കൊടുക്കാം, ബാക്കി കോസ് ഒമേഗ ടി. ഓട്ടോമാറ്റിക്കലി നമുക്ക് മാക്സിമം ഇ എം എഫ് ബൈ റെസിസ്റ്റൻസ് കിട്ടുമ്പോൾ മാക്സിമം കറണ്ട് ആണ് ഐ സീറോ കോസ് ഒമേഗ ടി. നമുക്ക് ഇതിനെയും സൈനിലോട്ട് കൺവേർട്ട് ചെയ്യണം. സൈൻ 90 മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ 90 പ്ലസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി ആണ്. അപ്പൊ ഇതിനെ ഒന്ന് ഐ സീറോ സൈൻ 90 പ്ലസ് ഒമേഗ ടി എന്നാക്കാം. അതിനെ അറേഞ്ച് ചെയ്തിട്ട് ഐ സീറോ സൈൻ ഒമേഗ ടി പ്ലസ് 90 എന്നാക്കാൻ പോവാം. ഇ എം എഫ് വെറും ഒമേഗ ടി, ഐ ഒമേഗ ടി പ്ലസ് 90. അതായത് കറണ്ട് ഇവിടെ മുമ്പിലാണ്, ഓർത്ത് വെക്കാൻ ഐസ് എന്നോർത്താൽ മതി. ഐസ് കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് മുമ്പിലും ഇ എം എഫ് പുറകിലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ടേബിൾ വരയ്ക്കുക. ടേബിൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഇ എം എഫിന്റെ ഇക്വേഷൻ കൊടുക്കുക, കറണ്ടിന്റെ ഇക്വേഷൻ കൊടുക്കുക. 0 90 ഡിഗ്രി 180 270 കൊടുക്കുക, 360 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ ഇത് 0, ഇത് ഇ സീറോ 0, ഇത് നെഗറ്റീവ് ഇ സീറോ, ഇത് 0. ഇവിടെ പോസിറ്റീവ് ഐ സീറോയിൽ സ്റ്റാർട്ട് ചെയ്യും. 0 നെഗറ്റീവ് ഐ സീറോ 0, വീണ്ടും പോസിറ്റീവ് ഐ സീറോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒമേഗ ടിക്ക് 0 കൊടുത്തു, സൈൻ 90, സൈൻ 91, സൈൻ 91 ഇൻറ്റു ഐ സീറോ എന്ന് പറയുമ്പോൾ ഐ സീറോ തന്നെ, ഐ സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ മതി. ഗ്രാഫ് വരയ്ക്കുമ്പോൾ വീണ്ടും ഇവിടെ ഇ സീറോ ഐ സീറോ മാർക്ക് ചെയ്യുന്നു, ഇവിടെയും ഇ സീറോ ഐ സീറോ മാർക്ക് ചെയ്യുന്നു നെഗറ്റീവ്. ഇവിടെ 0 90 180 270 360 മാർക്ക് ചെയ്യുന്നു. ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെ തന്നെ പോകുന്നു, അതിന് വ്യത്യാസമൊന്നുമില്ല. രണ്ടാമത്തെ ഗ്രാഫ് പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരുന്നു, ഇവിടെ നെഗറ്റീവ് മാക്സിമം 0 പോസിറ്റീവ് മാക്സിമം, ഗ്രാഫ് ഇങ്ങനെ വരുന്നു. ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നു. ഫേസർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഒമേഗ ടി ആംഗിളിൽ ഇ എം എഫ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇ എം എഫിന്റെ മുമ്പിലാണ് കറണ്ട് എന്നുള്ളത്, 90 ഡിഗ്രി മുമ്പിലും കൂടെ ആയതുകൊണ്ട് കണ്ടോ, ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി മുമ്പിലോട്ട്. ഇതായിരിക്കും കറണ്ടിന്റെ ഇക്വേഷൻ, കറണ്ടിന്റെ ഡയറക്ഷൻ. ഇവിടെയും പവർ കണ്ടുപിടിക്കാം. സെയിം മറ്റേ ഇൻഡക്ടറിന്റെ പവർ പോലെ തന്നെയാണ്. പി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഐ ആണ്. ഇ സീറോ സൈൻ ഒമേഗ ടി ഇൻറ്റു കോസിലുള്ള ഇക്വേഷൻ എഴുതണം, ഐ സീറോ കോസ് ഒമേഗ ടി എന്ന് വരുന്നു. ഇവിടെ ഇ സീറോ ഐ സീറോ 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് വരുന്നു, ഡിവൈഡ് ബൈ 2 എന്ന് എഴുതുന്നു. ഇവിടെ ഇ സീറോ ഐ സീറോ ഡിവൈഡ് ബൈ 2, ഇത് പി ടോട്ടൽ കണ്ടുപിടിക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇന്റഗ്രൽ എന്താണ്, സൈൻ 2 ഒമേഗ ടി വരുന്നു, 0 ടു ടി, അത് 0 ആയി പോകുന്നു. പി ടോട്ടൽ 0 ആവുന്നു. അങ്ങനെ പി ആവറേജ് എന്തായിട്ട് പോകുന്നു, 0 ആവുന്നു.
ഇനി LCRലോട്ട് പോകാം. LCRലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇതുവരെ EMF ഫിക്സ് ചെയ്തിട്ട് കറണ്ട് 90 ഡിഗ്രി മുകളിലും 90 ഡിഗ്രി പുറകിലൊക്കെ ആയിരുന്നു വരച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇനി നമ്മൾ കറണ്ട് ഫിക്സ് ചെയ്തിട്ട് EMF ഡിഫറെന്റ് ആയിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ മൂന്ന് LCR എന്ന് പറയുമ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിലൂടെയാണ് കറണ്ട് കടത്തി വിടുന്നത്. അങ്ങനെ കറണ്ട് കടത്തി വിടുമ്പോൾ ഓരോരുത്തടത്തും ഉണ്ടാകുന്ന വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. അതുമൂലം നമ്മൾ കറണ്ട് അവിടെ സെയിമും ആയിരിക്കും. കറണ്ട് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീരീസ് കണക്ഷനിൽ കറണ്ട് കോൺസ്റ്റന്റും വോൾട്ടേജ് ഡിഫറെന്റും ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ അവിടെ കറണ്ട് ഫിക്സ് ചെയ്തിട്ട് EMF ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ. മാത്രമല്ല ഇവിടെ വെക്റ്റർ കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്, നോർമൽ കാൽക്കുലേഷൻ അല്ല. വെക്റ്റർ കാൽക്കുലേഷനിലെ വെക്റ്റർ ലോസ് എല്ലാം പാലിച്ച് മാത്രമേ നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇംപിഡൻസ് ഓഫ് എന്താണ് LCR സർക്യൂട്ട് എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അത് നമുക്ക് എഴുതാം. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ LCR സർക്യൂട്ടിന്റെ ആദ്യം ഒരു ഇൻഡക്ടർ വരയ്ക്കുന്നു, കപ്പാസിറ്റർ വരയ്ക്കുന്നു, ഒരു റെസിസ്റ്റർ വരയ്ക്കുന്നു. ഇതിൽ നമ്മൾ ഒരു AC സോഴ്സ് കൊണ്ട് കണക്ട് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന AC സോഴ്സിന്റെ EMF E0 sin ωt ആകുന്നു. ഇത് L, ഇത് C, ഇത് R. ഇതിലെ വോൾട്ടേജ് VL, ഇതിലെ വോൾട്ടേജ് VC, ഇതിലെ വോൾട്ടേജ് VR. ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് ജനറൽ ആയിട്ട് പറയാനുള്ളത് V = IR എന്നാണ്. എന്നാൽ LCR സർക്യൂട്ടിന്റെ V എന്ന് പറഞ്ഞ് LCR സർക്യൂട്ടിന്റെ ഇൻഡക്ടറിലുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ VL എപ്പോഴും ആലോചിച്ചോണം. LCR സർക്യൂട്ടിന്റെ ഇവിടെയൊക്കെയുള്ള കറണ്ട് മാക്സിമം കറണ്ട്, ആ പോയിന്റിലുള്ള കറണ്ടിനെ പറ്റി മാത്രമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ മനസ്സിലാക്കി വെക്കുക. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തന്നെ ചിന്തിച്ചു വെക്കാൻ പറയുന്നത്. നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, സയൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാത്സും ഒക്കെ എന്ന് പറയുമ്പോൾ അസംഷൻസ് ആണ്. നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്താലേ അത് ഇങ്ങനെ കിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇവിടെ I0 ആണ് എടുക്കുന്നത്. I0 മാക്സിമം കറണ്ട് ഇൻറ്റു ഈ ഇൻഡക്ടറിലെ റെസിസ്റ്റൻസ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL എന്ന് പറയുന്നത്. അതേപോലെ VC കണ്ടുപിടിക്കാൻ വേണ്ടി I0 ഇൻറ്റു എന്താ XC എന്നും VR കണ്ടുപിടിക്കാൻ വേണ്ടി I0 ഇൻറ്റു R എന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ടോട്ടൽ വോൾട്ടേജും കണ്ടുപിടിക്കണം, ടോട്ടൽ റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. ഒരിക്കലും ടോട്ടൽ വോൾട്ടേജ് VL + VC + VR എന്ന് എഴുതാൻ പാടില്ല. ടോട്ടൽ റെസിസ്റ്റൻസ് XL + XC + R എന്ന് എഴുതാൻ പാടില്ല. കാരണം വെക്റ്റർ കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കറിയാം ജനറലി ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നാണ് നമുക്കറിയാലോ. ടോട്ടൽ കറണ്ടിനെ നമ്മളിവിടെ I0 എന്ന് എടുക്കുന്നു, I0 എന്ന് എടുക്കുന്നു. ടോട്ടൽ വോൾട്ടേജിനെ V0 എന്ന് എടുക്കുന്നു. ടോട്ടൽ റെസിസ്റ്റൻസിനെ Z എന്ന് വിളിക്കുന്നു. ഈ Z-നെയാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഈ ഇംപിഡൻസിന്റെ ഡെറിവേഷൻ ഡെറൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം Z = V0 / I0. ഓക്കെ, ഈ V0 / I0 കണ്ടുപിടിച്ചാൽ Z-ന്റെ വാല്യൂ കിട്ടും എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയോ അത് ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം, നമ്മളൊരു ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോവാം. ഈ ഫേസർ ഡയഗ്രാമിന്റെ പ്രത്യേകത, ഇതുവരെ EMF ഫിക്സ് ചെയ്തിട്ട് കറണ്ട് വരയ്ക്കുമായിരുന്നു. എന്നാൽ ഇവിടെ കറണ്ട് ഫിക്സ് ചെയ്തിട്ട് EMF വരയ്ക്കാൻ പോവാം. നമുക്കറിയാം റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് എപ്പോഴും കണ്ടോ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് I0 എപ്പോഴും ഈ ഡയറക്ഷൻ ആയിരിക്കും പോകുന്നത്. ആ ഡയറക്ഷനിൽ കൂടെ തന്നെയായിരിക്കും ആര് പോകുന്നത്, VR എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെയുള്ള വോൾട്ടേജ് പോകുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോകുന്നത് അതുവഴിയായിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം എലി ഓർക്കുക, എലിയിൽ I പുറകിലും EMF മുമ്പിലുമാണ്. അപ്പം VL പോകുന്നത് ഈ I0 എന്ന് പറയുന്ന ആളുടെ മുമ്പിലായിരിക്കും. അപ്പം ഇങ്ങനെയായിരിക്കും പോകുന്നത് 90 ഡിഗ്രി മുമ്പിൽ. അപ്പൊ ഇത് VL-ന്റെ, അതേപോലെ തന്നെ ഐസ് ഓർക്കുക. ഐസ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കണ്ടീഷൻ ഇതിനകത്ത് സാധ്യമാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. ഐസിൽ EMF പുറകിലാണ്, കറണ്ട് മുമ്പിലാണ്. അപ്പൊ കറണ്ടിന്റെ പുറകിലാണ് EMF വരയ്ക്കാൻ. കറണ്ട് ഇവിടെ ഫിക്സ് ചെയ്തു. EMF വരയ്ക്കുമ്പോൾ വോൾട്ടേജ് വരയ്ക്കുമ്പോൾ കണ്ടോ ഇതിങ്ങനെ വരയ്ക്കും. ഇത് VC എന്ന് എഴുതും. നിങ്ങൾ ചോദിക്കും ഇവിടെ VL ചെറുതും VC വലുതും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് കണ്ടീഷൻ പോസിബിൾ ആണ്. ഒന്ന് VC > VL, അങ്ങനെയാണെങ്കിൽ XC > XL ആവും. അങ്ങനെയാണെങ്കിൽ ഈ LCR സർക്യൂട്ട് ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇനി അടുത്ത കണ്ടീഷൻ VL > VC എന്ന് എടുക്കാം. അപ്പം XL > XC എന്നാവും. അങ്ങനെയാണെങ്കിൽ ഈ LCR സർക്യൂട്ട് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇനി കറണ്ടിന്റെ ഇക്വേഷൻ എപ്പോഴും എന്ത് വേണേ വരാം, I = I0 sin ωt ± 90 എന്ന് വരാം. കാരണം എന്താ,
ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ മൈനസ് വരും, കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് വരും. അതുകൊണ്ട് തന്നെ ഐ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തു. ഞാൻ വി സി ഗ്രേറ്റർ ദാൻ വി എൽ എന്ന് പറയുന്ന കണ്ടീഷൻ എടുത്തിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് വി സി വെക്റ്റർ ആയിട്ട് വലുതായിട്ടും വി എൽ വെക്റ്റർ ചെറുതായിട്ടും വരച്ചിരിക്കുന്നത്. നമുക്ക് ഈ മൂന്നാൾക്കാരുടെ റിസൾട്ടന്റ് പൊട്ടൻഷ്യലിന്റെ റിസൾട്ടന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് വി എല്ലിന്റെയും വി സിയുടെയും വി ആറിന്റെയും. നമുക്കറിയാം ഇത് മൂന്ന് ഡയറക്ഷനിലോട്ട് ആയതുകൊണ്ടും രണ്ടെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആയതുകൊണ്ടും നമുക്ക് വെക്റ്റർ കാൽക്കുലേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് ഈ ഡയറക്ഷനിലോട്ടും ഇത് ഈ ഡയറക്ഷനിലോട്ടും ആണെങ്കിൽ ഇതിനകത്തെ വലിയ വെക്ടർ വി സി, ചെറിയ വെക്ടർ വി എൽ ആണ്. റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വി സി മൈനസ് വി എൽ ആണ് ചെയ്യുന്നത്. വി സി മൈനസ് വി എൽ. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വലിയ വെക്ടർ എങ്ങോട്ടാണോ അങ്ങോട്ടേക്കായിരിക്കും. അപ്പൊ ഇങ്ങോട്ടേക്കായിരിക്കും വി സി മൈനസ് വി എല്ലിന്റെ ഡയറക്ഷൻ. ഇനിയും ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് കിട്ടി. ഇനി വി സി മൈനസ് വി എല്ലും വി ആറും തമ്മിലുള്ള റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ അതിന്റെ റിസൾട്ടന്റ് വരുന്നത്, അതായത് ഇതിന്റെ എല്ലാം ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വി സീറോ ആണ്. അതാണ് റിസൾട്ടന്റ്. റിസൾട്ടന്റ് വരുന്നതെന്ന് പറയുമ്പോൾ ഈ വി സി മൈനസ് വി എല്ലിന്റെയും വി ആറിന്റെയും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ വെച്ചാണ് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പാരലോഗ്രാം ലോ വെച്ചിട്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ. കോസ് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനിടയിലുള്ള ആംഗിൾ ഇത് 90 ഡിഗ്രി ആണ്. ഇവിടെ നമ്മൾ ഇവിടെ എഴുതാൻ പോവാം റിസൾട്ടന്റ് വി സീറോ ആണ്. വി സീറോ കണ്ടുപിടിക്കാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് വി സി മൈനസ് വി എൽ ദ ഹോൾ സ്ക്വയർ പ്ലസ് വി ആർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വി സി മൈനസ് വി എൽ ഇൻറ്റു വി ആർ ഇൻറ്റു എന്താണ് കോസ് തീറ്റ ആണ്. കോസ് തീറ്റ ഇവിടെ 90 ഡിഗ്രി ആണ്. കോസ് 90 സീറോ ആയതുകൊണ്ട് ഇത്രയും ഭാഗം സീറോ ആയിരിക്കും. ബാക്കി വി സീറോ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വി സി മൈനസ് വി എൽ ദ ഹോൾ സ്ക്വയർ പ്ലസ് വി ആർ സ്ക്വയറിനെ വരുള്ളൂ. വി സിയുടെ വാല്യൂ നമുക്കറിയാം. വി സിയുടെ വാല്യൂ I0 ഇൻറ്റു എക്സ് സിയും വി എല്ലിന്റെ വാല്യൂ നമുക്ക് I0 ഇൻറ്റു എക്സ് എല്ലും വി ആറിന്റെ വാല്യൂ I0 ഇൻറ്റു ആറുമാണ്. ഇത് സ്ക്വയർ ചെയ്യണം എന്നാലേ പറ്റുള്ളൂ. റൂട്ട് നമുക്കറിയാം ഇവിടെ മൂന്നിടത്തും I0 സ്ക്വയർ കോമൺ ആണ്. I0 സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് വരും റൂട്ടിനകത്ത്. ഈ I0 സ്ക്വയർ റൂട്ടിന് പുറത്തിറക്കുമ്പോൾ I0 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ V0 ഈസ് ഈക്വൽ ടു I0 റൂട്ട് ഓഫ് എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഈ I0 ഇവിടെ കൊണ്ടുവന്നാൽ V0 ബൈ I0 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താ ആർ സ്ക്വയർ. ഈ V0 ബൈ I0 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? V0 ബൈ I0 അല്ലേ ഇംപിഡൻസ്. അപ്പം നമുക്ക് ഇംപിഡൻസ് കിട്ടി. എന്താ? Z ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഇംപിഡൻസ് ഓഫ് എ LCM. ഇനി ഇവിടത്തെ ഒരു റെസൊണൻസ് കണ്ടീഷൻ അതൊന്ന് പരീക്ഷയ്ക്ക് ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ചിലപ്പം അതൊന്ന് ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ചിലപ്പം അത് ചോദിക്കാറുണ്ട്. മനസ്സിലാക്കണം കൃത്യമായിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഗ്രാഫാണ് എ സിയുടെ. അതിൽ ഈ ഭാഗത്തുള്ള കറണ്ട് ആണ് നമ്മുടെ I0. എന്നാൽ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ ആംഗുലാർ ഫ്രീക്വൻസി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ I0നെ കുറച്ചുകൂടെ ഉയർത്തി I0 മാക്സ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രാഫ് റെസൊണൻസ് കണ്ടീഷനിൽ ഗ്രാഫ് തന്നെ ഇങ്ങനെയായി മാറും. അതിൽ ഈ പോയിന്റിലുള്ള ഈ കറണ്ടിനെയാണ് നമ്മൾ I0 മാക്സ് എന്ന് പറയുന്നത്. പല സ്കൂളിലും പല കൺസെപ്റ്റ് ആണ് പറയുന്നത്. എങ്കിലും ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നോർമൽ ഇങ്ങനെ പോകുന്ന ഒരു എ സിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ കൊടുത്തിട്ട് കുറച്ച് വലിയ രീതിയിൽ എന്താണ് അതിന്റെ ഗ്രാഫ് പോകുന്നതിനെയാണ് നമ്മൾ ഈ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയാം. റെസൊണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ അച്ചീവ് ചെയ്താൽ മതി, എക്സ് സിയും എക്സ് എല്ലും ഈക്വൽ ആയിരിക്കണം. എക്സ് സിയും എക്സ് എല്ലും ഈക്വൽ ആണെങ്കിൽ നമ്മുടെ ഇംപിഡൻസ് എന്തായി മാറും എന്നറിയാമോ? ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാലോ എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. അത് രണ്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇത് 0 ആവും, പ്ലസ് ആർ സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് വരും. ഇപ്പൊ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? ആർ ആയിട്ട് മാറും റെസൊണൻസ് കണ്ടീഷന്റെ സമയത്ത്. അപ്പം I0 എന്തായിട്ട് മാറും? I0 മാക്സ് ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ I0 ഇക്വേഷൻ എന്താ? I0 മാക്സ് ഈസ് ഈക്വൽ ടു V0 ഡിവൈഡ് ബൈ ഇസഡ് എന്ന് പറയുന്നതിന് പകരം ആർ എന്ന് പറയേണ്ടി വരും. ഇതാണ് റെസൊണൻസ് കണ്ടീഷന്റെ കാര്യങ്ങളൊക്കെ. ഈ റെസൊണൻസ് എക്സ് സി ഈസ് ഈക്വൽ ടു എക്സ് എൽ എങ്ങനെ അറ്റൈൻ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് സിയുടെ വാല്യൂ 1/c ഒമേഗയാണ്. റെസൊണൻസ് കണ്ടീഷൻ വരുന്ന സമയത്ത് 1/c ഒമേഗ 1/c ഒമേഗ 0 ആയിട്ട് മാറും. എക്സ് എല്ലിന്റെ വാല്യൂ നോർമൽ എൽ ഒമേഗയാണ്. റെസൊണൻസ് കണ്ടീഷന്റെ സമയത്ത് റെസൊണൻസ് കണ്ടീഷന്റെ സമയത്ത് എൽ ഒമേഗ 0 ആയിട്ട് മാറും. എൽ ഒമേഗ 0 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നോർമൽ കണ്ടീഷനിലുള്ള ഫ്രീക്വൻസിയാണ് ഇത് രണ്ടെണ്ണം. ഇത് റെസൊണന്റ് ഫ്രീക്വൻസി, ആംഗുലാർ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് എക്സ് സി ഈസ് ഈക്വൽ ടു എക്സ് എൽ ആണെങ്കിൽ റെസൊണൻസ് കണ്ടീഷൻ വരുന്ന സമയത്ത് 1/c ഒമേഗ 0 ഈസ് ഈക്വൽ ടു എൽ ഒമേഗ 0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 1/LC ഈസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ. അവിടുന്ന് ഒമേഗ 0 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/LC. അവിടുന്ന് ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ നമ്മൾ റൂട്ടാക്കി ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC കേട്ടോ. ഇതായിരിക്കും ആംഗുലാർ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. അതേപോലെ തന്നെ നമുക്ക് വെറും റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഓൾറെഡി നമുക്കറിയാലോ ഒമേഗ എന്ന് പറയുന്നത് 2π ആണ്. റെസൊണൻസ് വരുന്ന സമയത്ത് ഒമേഗ 0 ആവും. അപ്പൊ അത് 2π/0 ആയിട്ട് മാറും. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒമേഗ 0 ഡിവൈഡ് ബൈ 2π ഈസ് ഈക്വൽ ടു /0 ആവും. നമുക്കറിയാം ഒമേഗ 0ക്ക് 1/√LC ആണ്. അത് 2π വരുന്നു ഇതിന്റെ കൂട്ടത്തിൽ ഈസ് ഈക്വൽ ടു /0. ഈ /0 എന്ന് പറയുന്നത് വെറും റെസൊണൻസ് ഫ്രീക്വൻസി, ഒമേഗ 0 എന്ന് പറയുന്നത് ആംഗുലാർ റെസൊണൻസ് ഫ്രീക്വൻസി ആയിരിക്കും. ഇതൊന്നും ഓക്കെ, ഇനിയും ഞാൻ ഇന്ന് എടുക്കാൻ വെച്ച രണ്ട് ടോപ്പിക്ക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറന്റ് ക്യാരിങ് കണ്ടക്ടറും ടോർക്ക് ആക്ടിംഗ് ഓൺ എ റെക്ടാംഗുലർ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ രണ്ട് ഡെറിവേഷൻ ആണ്. അതിൽ ആദ്യം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറന്റ്സ്. ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യം പറഞ്ഞോട്ടെ. ഒരു കണ്ടക്ടർ, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ല റൂള് തമ്പ് റൂൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. തമ്പ് ഡയറക്ഷൻ ഓഫ് കറണ്ടും ഈ കേൾ ചെയ്തിരിക്കുന്ന ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡും ആണ് തരുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തേത്, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ ആ സർഫസിൽ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെ P എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആംപിയർ സർക്യൂട്ടൽ ലോ വെച്ചിട്ടൊക്കെ കണ്ടുപിടിച്ചത്. ഫൈനൽ ഇക്വേഷൻ ഇതായിരിക്കും, അത് ഓർത്ത് വെച്ചേക്കുക. അതായത് B ഈസ് ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ 2πr ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചേക്കുക. ഇത് ആംപിയർ സർക്യൂട്ട് ലോ ഒക്കെ വെച്ച് നമ്മൾ കണ്ടുപിടിച്ച സാധനമാണ്.
അപ്പോൾ എപ്പോഴും ആലോചിച്ചോണം, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ സർഫസിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് ദൂരെ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസിലും മ്യൂ 0 ആയി ഡിവൈഡ് ബൈ 2π ആണ്. ഓക്കെ, അപ്പം ഇനി ഒരു കാര്യം കൂടെ ആലോചിച്ചോണം. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വേറൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വന്നു കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് ഈസിക്കൽ ടു ബിൽ സൈൻ തീറ്റയാണ്. ബിൽ സൈൻ തീറ്റയാണ്. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ എല്ലിന്റെയും ബിയുടെയും ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ ആണെന്ന് കൂടെ ആലോചിച്ചോണം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട് എളുപ്പമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വരയ്ക്കുന്നു. അത് എ ആണ്. അതിലൂടെ പോകുന്ന കറണ്ട് ഐ എ ആണ്. അതിന്റെ സർഫസിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ സർഫസിൽ നിന്ന് ഇനി അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇത് മുകളിലോട്ട് പോകുന്നതുകൊണ്ട് തമ്പ് റൂൾ വെച്ചിട്ട് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഞാൻ ഈ ആരോ ഇടുന്ന ഡയറക്ഷനിലോട്ടാന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന്റെ സർഫസിൽ നിന്ന് ഒരു ഡി ഡിസ്റ്റൻസ് ദൂരെ ഞാൻ വേറൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പം ഇത് ബി എന്ന് പറയുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ്. അതിലൂടെ പോകുന്ന കറണ്ട് ഐ ബി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ഉറപ്പായിട്ട് നമുക്കറിയാം എ എന്ന് പറയുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് ബി എന്ന് പറയുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുന്നത്. ഒബ്വിയസ്ലി ആ എ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ആക്ട് ചെയ്യും, എ മൂലം ഉണ്ടാകുന്ന ഫോഴ്സും ആക്ട് ചെയ്യും. ഓക്കെ, അത് ആദ്യം കണ്ടുപിടിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ബി എയുടെ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയിരിക്കുന്നത്? ബി ഇരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ബി എ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു മ്യൂ 0 ഐ എ ഡിവൈഡഡ് ബൈ 2π ഡിസ്റ്റൻസ് ഡി ആണ്. ഇനി അവിടെ ആക്ട് ചെയ്യുന്നത്, അതായത് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ബി ബൈ എ, അത് നമ്മൾ പറഞ്ഞായിരുന്നു ബിൽ സൈൻ തീറ്റ, ബി ഐ എൽ സൈൻ തീറ്റയാണ്. ബി ആരുടെ ബി ആണ്? മാഗ്നറ്റിക് ഫീൽഡ് ആരുടെയാണ് ഈ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്നത്? എയുടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. കറണ്ട് അവന്റെ തന്നെ, ലെങ്ത് അവന്റെ തന്നെ. കറണ്ട് അവന്റെ തന്നെ, ലെങ്ത് അവന്റെ തന്നെ. തീറ്റ 90 ഡിഗ്രിയാണ്. കാരണം ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കി, ബിയിൽ, അതായത് കണ്ടക്ടർ ബിയിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ തീറ്റ 90 ഡിഗ്രി. അപ്പം തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ 91 ആണ്. അപ്പൊ എഫ് ബി എ എന്ന് പറയുന്നത് ബി എ ഐ ബി എൽ എന്ന് എടുത്താൽ മതി. ഈ ബിയുടെ വാല്യൂ നമ്മൾ നേരെ ഇവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ എഫ് ബി എ എന്ന് പറയുന്നത് മ്യൂ 0 ഐ എ ഡിവൈഡഡ് ബൈ 2π ഡി ഇൻറ്റു ഐ ബി ഇൻറ്റു എൽ എന്ന് വരും. ഇതാണ് ഈ കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സിമിലർലി ഈ ബി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെയും കറണ്ട് മുകളിലോട്ട് പോകുന്നുണ്ടല്ലോ. ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. എങ്ങനെ? തമ്പ് റൂൾ വെച്ചിട്ട് അവന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, അല്ലെ? ഇങ്ങനെയാണ് ഞാനിപ്പോ വരയ്ക്കുന്നത്. അതായത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, ഈ പോയിന്റ്. അപ്പം നമുക്കറിയാം ഈ ബി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ ബി ഡിവൈഡഡ് ബൈ 2π ഡി. ആ ബി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് എ എന്ന് പറയുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അതേലും ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോഴ്സ് ഓൺ എ ബൈ ബി, അതെന്താ? ബി ഐ എൽ സൈൻ തീറ്റ. എ എന്ന് പറയുന്ന കണ്ടക്ടർ ആരുടെ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കുന്നത്? ബിയുടെ. അപ്പൊ ബി കറണ്ട് ആരുടെ തന്നെ? അവന്റെ തന്നെ. ലെങ്തും അവന്റെ തന്നെ. തീറ്റ 90 ഡിഗ്രി. ആ ബിയുടെ വാല്യൂ ഇവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മ്യൂ 0 ഐ ബി ഡിവൈഡഡ് ബൈ 2π ഡി ഇൻറ്റു ഐ എ ഇൻറ്റു എൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് എ ബി ഈക്വൽ ടു, ഇപ്പൊ ഈ എഴുതേണ്ട ആവശ്യമില്ല, കാരണം രണ്ടും ഫോഴ്സ് ഓൺ ബി ബൈ എയും ഫോഴ്സ് ഓൺ എ ബൈ ബിയും സെയിം ആണ്. പക്ഷെ ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളിന്റെ ഫാദർ മദർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എനിക്ക് ഇപ്പൊ ഇവിടെ 3 ഡയമെൻഷനിൽ വരയ്ക്കാൻ പറ്റത്തില്ല. എന്നാലും ഇത് നിങ്ങളുടെ ചൂണ്ടുവിരല്, ഇത് നിങ്ങളുടെ തള്ളവിരല്, ഇത് നിങ്ങളുടെ മിഡിൽ ഫിംഗർ. അപ്പം ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇത് തള്ളവിരലായതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ഫാദർ എഫ് ഫോഴ്സ്, ഇത് ചൂണ്ടുവിരല് മദർ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ കറണ്ട്. ഓക്കെ ആണല്ലോ? ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇതിന്റെ ഫോഴ്സ് എങ്ങോട്ട്, അതായത് ഇതേ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് ഫോഴ്സ് ഓൺ ബി എങ്ങോട്ടേക്കാന്നുള്ള കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ തന്നെ ഒരു പെൻ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ നിബ് മുകളിലോട്ട് പിടിച്ചിട്ട് ആ ബി എന്ന് പറയുന്ന കണ്ടക്ടർ അതാണെന്ന് സങ്കല്പിച്ചിട്ട് ബിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നിങ്ങളുടെ ചൂണ്ടുവിരൽ വെക്കുക, ബിയുടെ കറണ്ടിന്റെ ഡയറക്ഷൻ മുകളിലോട്ട്, അപ്പൊ മിഡിൽ ഫിംഗർ അങ്ങോട്ട് വെക്കുക. അപ്പൊ തമ്പ് എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾ തന്നെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ തമ്പിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും പോകുന്നത്. അതേപോലെ ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ
തമ്പിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും പോകുന്നത്. അതിനർത്ഥം ഫോഴ്സ് ഓൺ എ ബൈ ബി ഇങ്ങോട്ടും ഫോഴ്സ് ഓൺ ബി ബൈ എ ഇങ്ങോട്ടുമാണ്. ടു പാരൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അട്രാക്ട്സ്, ടു ആന്റി പാരൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ റിപ്പൽസ് എന്നാണ്. മനസ്സിലായോ? ഇത് ന്യൂമറിക്കൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഈ ഡെറിവേഷൻ ഇതേപോലെ തന്നെ ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനിയും നമുക്ക് ടോർക്ക് ആക്ടിംഗ് ഓൺ എ റെക്ടാങ്കുലർ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, നമുക്ക് അതും കൂടെ പഠിക്കാം. അതും കൂടെ ഒരു ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ഈ തവണ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ അതിന് രണ്ട് കേസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഒന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്ലെയിനും ആ കണ്ടക്ടറിന്റെ പ്ലെയിനും സെയിം ആക്കി വെക്കാം. ഒന്ന് അതായത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള കേസും റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കേസും. അതാണ് ശരിക്കും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള കേസ് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ, അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരയ്ക്കണമെങ്കിൽ ഞാൻ 3 ഡയമെൻഷനിലായിട്ട് തന്നെ ഒന്ന് വരച്ച് കാണിക്കാം. നിങ്ങളൊന്ന് നോക്കിയാൽ വരച്ചിട്ട് പിന്നെ ബാക്കി നോർമലി വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് മാഗ്നറ്റ് ഉണ്ട്. ഇതിനിടയിൽ ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളും. ഇതിനിടയിൽ ഞാനൊരു കണ്ടക്ടർ ഇതിന്റെ അതേ പ്ലെയിനിൽ തന്നെ കൺസിഡർ ചെയ്യാം. ഇതിന്റെ അതേ പ്ലെയിനിൽ തന്നെ കൺസിഡർ ചെയ്യാം. ഇതൊരു കേസ്. ഇനിയും ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഇച്ചിരി ചരിഞ്ഞിരിക്കുന്നത്, ഈ റെക്ടാങ്കുലർ കോയിൽ ഇച്ചിരി ചരിഞ്ഞിരിക്കുന്നത് ഇതിന്റെ പ്ലെയിനുമായിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ കണ്ടോ. നേരത്തെ അതിന്റെ ഏരിയ വെക്ടർ ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഇതിന്റെ ഏരിയ വെക്ടർ കണ്ടോ ഇങ്ങനെയാണ്. ഈ കേസാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇനി 2 ഡയമെൻഷനിൽ വരയ്ക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ നോർത്ത് പോൾ സൗത്ത് പോൾ നോർത്ത് പോൾ സൗത്ത് പോൾ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറയുന്ന ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്തു. ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇതിന് ഒരു എന്താണ് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിന് പാരലൽ ആയിട്ട് വരില്ലല്ലോ, ഇതിന്റെ സെയിം പ്ലെയിനിൽ വരില്ല റെക്ടാങ്കുലർ കോയിലിന്റെ പ്ലെയിൻ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ അതിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഈ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇതേണ്ട ഇങ്ങനെയാണ്. കണ്ടോ, ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങനെ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതേണ്ട ഇങ്ങനെയാണ്. ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു തീറ്റ ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഈ റെക്ടാങ്കുലർ ലൂപ്പിന്റെ പ്ലെയിനും തമ്മിൽ ഒരു ആൽഫ ആംഗിൾ ഉണ്ടാക്കുമെന്ന് കരുതുക. ഇതിന്റെ സൈഡ് വ്യൂ ആണ് കേട്ടോ. ഇനി ഈ റെക്ടാങ്കുലർ ലൂപ്പിന്റെ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും ആണ്. അർമേച്ചർ കോയിലിന്റെ പേര് ABCD ആണ്. നമുക്ക് AB-യിലും BC-യിലും CD-യിലും DA-യിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ടോർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു മുമ്പ് കറണ്ട് ഇതിൽ കടത്തിവിടുന്നത് ഈ ഡയറക്ഷനിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ ഡയറക്ഷനിലാണ് റെപ്രസെന്റ് ചെയ്യുക. കറണ്ട് ഇങ്ങനെ കയറി പോവുക. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കി, നിങ്ങളുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ
ഫാദർ മദർ ചൈൽഡ് നോക്കി കഴിഞ്ഞാൽ കറണ്ട് മുകളിലോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. ഇവിടെ വരുമ്പോഴത്തേക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. പെർപെൻഡിക്കുലർ അല്ല, ഒരു പെർട്ടിക്കുലർ ആംഗിളിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. മോളിൽ നോക്കി കഴിഞ്ഞാൽ, ടോപ്പ് വ്യൂ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബി സി എന്ന് പറയുന്ന പോർഷൻ ആണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഞാൻ ഈ സൈഡിൽ മാത്രം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, ഇത് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന്റെ ഏരിയ വെക്ടർ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നത്, ഞാൻ ആ സൈഡിലോട്ട് അങ്ങ് വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് ഇതിന്റെ ഏരിയ വെക്ടർ ഇങ്ങനെ, ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തീറ്റ. ഈ കണ്ടക്ടറിന്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്, അതിന്റെ ബ്രെഡ്ത്ത് ബി ആണ്. അങ്ങനെയാണെങ്കിൽ അതിനിടയ്ക്ക് ആൽഫ. ഇത് ഇതിന്റെ ടോപ്പ് വ്യൂ ആണ്, ടോപ്പ് വ്യൂ. ഇത് ഇതിന്റെ സൈഡ് വ്യൂ ആണ്, സൈഡ് വ്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്കറിയാം. എ ബി എന്ന് പറയുന്ന ലൂപ്പിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഓൺ എന്താ, ഇതിന്റെ ഫോഴ്സും കൂടെ ഒന്ന്, ഫോഴ്സിന്റെ ഡയറക്ഷനും കൂടെ പറയാമേ. അതായത് ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങനെ, ഇങ്ങനെ, ഇത് ഇങ്ങനെ. അതായത് ഫോഴ്സ് ഓൺ എ ബി എന്ന് പറയുന്നത് ഇങ്ങോട്ടും, ഫോഴ്സ് ഓൺ ബി സി എന്ന് പറയുന്നത് ഇങ്ങോട്ടും, സോറി സി ഡി എന്ന് പറയുന്നത് ഇങ്ങോട്ടും. ഓക്കെ, ഇനിയും നമുക്ക് ഓരോ ഫോഴ്സും കണ്ടുപിടിക്കാം. ഫോഴ്സ് ഓൺ എ ബി നമുക്കറിയാം, ബിൽ സൈൻ തീറ്റയാണ്, ബി ഐ എൽ സൈൻ തീറ്റയാണ്. നമുക്കറിയാം തീറ്റ എപ്പോഴും എല്ലും ബിയും ആയിട്ട് നിങ്ങൾ നോക്കിയാൽ ഈ എല്ലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അത് എങ്ങനെ ഇരിക്കുവാണെങ്കിലും, അതായത് ഇങ്ങനെ പ്ലെയിൻ ഇങ്ങനെ ഇരിക്കുവാണെങ്കിലും 90 ഡിഗ്രി, ഇത് ഇത്തിരി ചരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണെങ്കിലും കണ്ടോ മാഗ്നറ്റിക് ഫീൽഡ് 90 ഡിഗ്രി, ഇത് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് 90 ഡിഗ്രി, ഇത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുവാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കണ്ട 90 ഡിഗ്രി. അപ്പൊ എങ്ങനെ ചരിയുവാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് 90 ഡിഗ്രിയാണ് വരുന്നത് ആ എ ബി എന്ന് പറയുന്ന ആം. അങ്ങനെയാണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് ബിൽ എന്ന് എടുത്താൽ മതി, എഫ് എ ബി. എന്നാൽ എഫ് ബി സി എന്ന് പറയുമ്പോഴത്തേക്കും ആ മോളിലത്തെ ലൂപ്പിൽ ഈ ആമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ബി ഐ എൽ അല്ല, അവിടുത്തെ ലെങ്ത് എൽ അല്ല, ബ്രെഡ്ത്ത് ആണ്, ബി ഐ ബി ആണ്. അവിടുത്തെ തീറ്റ മാഗ്നറ്റിക് ഫീൽഡിന്റെയും ബ്രെഡ്ത്തിന്റെ ഇടയ്ക്കുള്ള തീറ്റ എന്ന് പറയുന്നത് ആൽഫയാണ്, അപ്പൊ സൈൻ ആൽഫ എന്ന് വരും. അതേപോലെ തന്നെ അടുത്തത് എഫ് സി ഡി ആണ്, അതും ബി ഐ എൽ തന്നെയാണ്, സൈൻ 90 ആണ്. അപ്പൊ അത് എഫ് സി ഡി എന്ന് പറയുന്നത് ബി ഐ എൽ തന്നെ കിട്ടും. അതേപോലെ തന്നെ ഡയറക്ഷൻ നോക്കിക്കോണം കേട്ടോ. ഈ ബി എ ബിയിൽ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഇൻവേർട്സ് ആണ്, ബി സി ഡി യിൽ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഔട്ട്വേർഡ്സ് ആണ്. ഇനി അതേപോലെ തന്നെ താഴത്തെ ലൂപ്പ്, അതായത് ഡി എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എഫ് ഡി എ എന്ന് പറയുമ്പോഴത്തേക്കും അത് ബി ഐ ബി സൈൻ ആൽഫയാണ്. ഈ രണ്ട് ഫോഴ്സ് കൊളീനിയർ ഫോഴ്സ്. അതെന്താണെന്നറിയാമോ? അത് എങ്ങനെ വന്നതെന്ന് നോക്കണ്ട. സ്ക്രൂ റൂൾ വെച്ചിട്ട് ഈ ബി സി യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മുകളിലോട്ടും ഡി എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ താഴോട്ടായിരിക്കും. ഈക്വൽ ഫോഴ്സ് ആയിരിക്കും, കൊളീനിയർ ആയിരിക്കും, കട്ടായി പോകും. ബാക്കി ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട്, അതായത് ഇത് ഇങ്ങോട്ട് കറങ്ങാൻ കാരണക്കാരനായ ഫോഴ്സും ഇത് ഇങ്ങോട്ട് കറങ്ങാനായുള്ള കാരണക്കാരനായ ഫോഴ്സും മാത്രമാണ്. അതായത് ഈ എഫ് എ ബിയും എഫ് സി ഡിയും മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അപ്പം ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ ഫോഴ്സിന്റെയും ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒരിക്കലും ഇതാക്കി എടുക്കാൻ പറ്റില്ല, കാരണം ഇത് പെർപെൻഡിക്കുലർ അല്ല. പെർപെൻഡിക്കുലർ ആക്കണമെങ്കിൽ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇതുമായിട്ട് കണക്ട് ചെയ്യുക, ഇതിനെ ഇ എന്ന് കൊടുക്കുക. ഇപ്പം ഇ സി, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ബി ഐ എൽ ഇൻറ്റു ഇ സി ആണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓർക്കുക, ഇത് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റയാണെന്ന് ചെയ്യുക. അതെങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആൽഫ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇത് 90 മൈനസ് ആൽഫ എന്ന് എഴുതാം. ഇത് ആൽഫയാണ്, ഇതും ആൽഫയാണ്, ഇത് 90 ആണ്, അപ്പൊ ഇത് 90 മൈനസ് ആൽഫ, 90 മൈനസ് ആൽഫയ്ക്ക് തീറ്റ എന്ന് കൊടുക്കുക. അങ്ങനെ തീറ്റയായി, അങ്ങനെ നോക്കണ്ട, ഇതൊക്കെ തീറ്റ ആണെങ്കിൽ എടുക്കുക, മനസ്സിലായി. ഡെറിവേഷൻ ചെയ്യുമ്പോൾ അത്രയും ഓർത്താൽ മതി. ഇനിയും ഇവിടെ ഞാൻ സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ പോകും. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇ സി ബൈ ഹൈപ്പോട്ടന്യൂസ് ബി. അങ്ങനെയാണെങ്കിൽ ഇ സി കണ്ടുപിടിക്കാൻ വേണ്ടി ഇ സി ഈസിക്വൽ ടു ബി സൈൻ തീറ്റ കൊടുത്താൽ മതി. അപ്പൊ ടോർക്ക് ടോ ഈസിക്വൽ ടു ബി ഐ എൽ ഇൻറ്റു ബി സൈൻ തീറ്റ എന്ന് വരും. നമുക്കറിയാം എൽ ഇൻറ്റു ബി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ആണ്. അങ്ങനെയാണ് ടോർക്ക് ടോ ഈസിക്വൽ ടു ബി ഐ എ സൈൻ തീറ്റ. നമുക്കറിയാം മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പി ഈസിക്വൽ ടു 2a ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന പോലെ തന്നെ, സോറി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി ഈസിക്വൽ ടു 2a ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന പോലെ തന്നെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എം ഈസിക്വൽ ടു എ ഇൻറ്റു ഐ അല്ലെങ്കിൽ ഐ ഇൻറ്റു എ ആണ്. ഓക്കെ, ഐ ഇൻറ്റു എ. ഇവിടെ ഐ ഇൻറ്റു എ നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആയിട്ട് എടുക്കാം. ടോർക്ക് ടോ ഈസിക്വൽ എന്താ, ബി എം സൈൻ തീറ്റ. ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് ടോ ഈസിക്വൽ ടു എം ബി സൈൻ തീറ്റ എന്ന് എഴുതാം.
എമ്മും വെക്ടറാണ്, ബിയും വെക്ടറാണ്. അങ്ങനെയാണ് ടോർക്ക് ഡോ ഈസ് ഈക്വൽ ടു വെക്ടർ എം ക്രോസ് വെക്ടർ ബി എന്ന് എഴുതാം. മറ്റേത് ടോർക്ക് വെക്ടർ പി ക്രോസ് വെക്ടർ ഇ ആകും. ഇത് എം ക്രോസ് ബി ആണ്. ഇത്രേ ഉള്ളൂ ഇത് ഡെറിവേഷൻ. ഡൗട്ടുള്ളവർ ചോദിക്കണം. സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ഡെറിവേഷൻ കൂടെ തരാം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഇന്നത്തെ ഉദ്ദേശിച്ച ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എം എഫ് എന്ന് എഴുതാണ് ഓഫ് എ സോളിനോയിഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സോളിനോയിഡ് ഇങ്ങനെ വരയ്ക്കുക. അതേല് നിങ്ങൾ ഒരു സെല്ലോ എന്തെങ്കിലും കണക്ട് ചെയ്യുക. കീയുടെ സഹായത്തോടു കൂടി അത് ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതുവഴി കറണ്ട് പോസിറ്റീവ് നെഗറ്റീവിലോട്ട് പോകും. പോകുന്ന വഴിക്ക് ഇതിന്റെ ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആംപീരിയൻ ലൂപ്പുകളാണ് വരയ്ക്കാറുള്ളത്. അപ്പം ഇവിടെ ഞാൻ ഒരു എൽ ലെങ്തിലുള്ള ഒരു ആംപീരിയൻ ലൂപ്പ് എടുത്തു. അതിന് പേരും കൊടുത്തു എ ബി സി ഡി. നമുക്കറിയാം ആംപീരിയൻ ലൂപ്പിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ ആണ്. പക്ഷെ ഇവിടെ എ തൊട്ട് ബി വരെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ബി തൊട്ട് സി വരെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, സി തൊട്ട് ഡി വരെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഡി തൊട്ട് എ വരെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐ എന്ന് എഴുതുന്നതിന് പകരം ഈ ബി ഡോട്ട് ഡി എൽ പല ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ബി ഡോട്ട് ഡി എൽ അല്ല കേട്ടോ, ബി ഡി എൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ കറക്റ്റ് ആവുക. ബി ഡി എൽ കോസ് തീറ്റ ഈസ് ഈക്വൽ എന്താ മ്യൂ 0 ഐ. ഇനി മ്യൂ 0 ഐ എന്ന് കൊടുത്താലും കറക്റ്റ് ആകത്തില്ല. മ്യൂ 0 എൻ ഇൻറ്റു ഐ എന്ന് കൊടുക്കണം. എൻ ഇൻറ്റു മ്യൂ 0 എന്ന് കൊടുക്കണം. കാരണം ഒരു നമ്പർ ഓഫ് ടേൺസ് അല്ല, കുറെ ടേൺസ് ഉണ്ട്. ക്യാപിറ്റൽ ലൈൻ കൊടുക്കണം. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇത് ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ക്ലോസ്ഡ് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഭാഗങ്ങളാക്കുകയാണ്. എ തൊട്ട് ബി വരെ ബി ഡോട്ട് ഡി എൽ കോസ് തീറ്റനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. പ്ലസ് ബി തൊട്ട് സി വരെ ബി ഡോട്ട് ഡി എൽ കോസ് തീറ്റനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. പ്ലസ് എന്താണ് സി തൊട്ട് ഡി വരെ ബി ഡി എൽ കോസ് തീറ്റനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. പ്ലസ് ഡി തൊട്ട് എ വരെ ബി ഡോട്ട് ഡി എൽ കോസ് തീറ്റനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഈക്വൽ ടു മ്യൂ 0 ഐ. ഒന്നും നോക്കണ്ട, മ്യൂ 0 എൻ ഇൻറ്റു മ്യൂ 0 ഐ ആണ്. ഒന്നും നോക്കണ്ട, ഇതും പോകും, ഇതും പോകും, ഇതും പോകും. കാരണം എന്താണെന്ന് അറിയാമോ? ഒന്ന്, എക്സ്റ്റേണൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അസ്യൂംഡ് ടു ബി 0. അപ്പം സി തൊട്ട് ഡി വരെയുള്ള പോയിന്റുകൾ എക്സ്റ്റേണൽ പോയിന്റ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ബി തൊട്ട് സി വരെയും ഡി തൊട്ട് എ വരെയും എക്സ്റ്റേണൽ പോയിന്റ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്ന് തന്നെ സങ്കല്പിക്കാം. അല്ലെങ്കിൽ വേറൊരു ഇത് നോക്കാം, ആംഗിൾ 90 ഡിഗ്രി വരും അവിടെ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടും ലെങ്ത് അങ്ങോട്ടുമാണ്. തീറ്റ 90 ഡിഗ്രിയാണ്. കോസ് 90 കോസ് 0 ആണ് 0, കോസ് 90 കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ക്യാൻസൽ ആയിപ്പോയിട്ട് ബാക്കി ലൈൻ ഇന്റഗ്രൽ ഓഫ് എ തൊട്ട് ബി വരെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ലൈൻ ഇന്റഗ്രൽ ഓഫ് എ ടു ബി ബി ഡി എൽ കോസ് 0 ഈക്വൽ ടു എൻ ഇൻറ്റു മ്യൂ 0 ഇൻറ്റു ഐ. അവിടെ ഒന്ന് നമുക്ക് എ തൊട്ട് ബി വരെ ബി പുറത്തെടുത്തു, ബാക്കി ഇന്റഗ്രൽ ഡി എൽ കോസ് തീറ്റ കോസ് 0 കൊടുക്കുന്നു 1 ആണ്, ഈക്വൽ ടു എൻ ഇൻറ്റു മ്യൂ 0 ഇൻറ്റു ഐ. നമുക്കറിയാം ഇവിടെ ഇതിന്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. ഡി എൽ എന്ന് പറയുമ്പോൾ ഇതിലെ ചെറിയൊരു ഭാഗമാണ്. അപ്പൊ ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇതിന്റെ മൊത്തം ലെങ്ത് കിട്ടും. അപ്പൊ എന്താക്കിയാൽ ഡി എൽ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു മ്യൂ 0 ഇൻറ്റു ഐ. ഈ ക്യാപിറ്റൽ എന്നിനെ സ്മോൾ എൻ ഇൻറ്റു എൽ എന്ന് എഴുതാം. അപ്പൊ ബി എൽ ഈസ് ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു എൽ ഇൻറ്റു മ്യൂ 0 ഇൻറ്റു ഐ. എൽ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 സ്മോൾ എൻ ഇൻറ്റു ഐ. ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡിഫറൻസ് ഫോർമുല ഇക്വേഷൻ. ഇനി ഈ കൺവേർഷൻ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന് അമ്മീറ്ററും വോൾട്ട്മീറ്ററും അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഗാൽവനോമീറ്ററിനെ
അമ്മീറ്റർ ആക്കാൻ വേണ്ടി ഒരു ഹൈ ഒരു ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഷണ്ട് റെസിസ്റ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്യുകയും ഗാൽവനോമീറ്ററിനെ വോൾട്ടിമീറ്റർ ആയിട്ട് കണക്ട് ചെയ്യാൻ ഒരു ഹൈ റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന്റെ രണ്ടിന്റെയും പടവും കൂടെ വരച്ചു തന്നിട്ട് അതങ്ങ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതും ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് എനിക്ക് ഗാൽവനോമീറ്ററിനെ എനിക്ക് അമ്മീറ്റർ ആക്കണമെങ്കിൽ നമ്മൾ ആ ഗാൽവനോമീറ്റർ എടുക്കുക, എന്നിട്ട് അതിന് പാരലായിട്ട് വളരെ റെസിസ്റ്റൻസ് കുറവുള്ള ഒരു ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്താൽ മതി. നമുക്കറിയാം ഇവിടെ ഐ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഗാൽവനോമീറ്ററിൽ കൂടെ ഐ ജി പോകും. ഐയിൽ നിന്ന് ഐ ജി പോയിട്ട് ബാക്കിയുള്ള ഐ മൈനസ് ഐ ജി ആയിരിക്കും ഇതുവഴി പോകുന്നത്. നമുക്ക് എസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ്. ഇവിടത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഐ ജി ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് ജി ആണ്. ഇവിടത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഐ മൈനസ് ഐ ജി, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്, ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് ആണ്. ഈ രണ്ട് വോൾട്ടേജ് സെയിം ആണ്, പാരലൽ കണക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി എന്ന് വരും. അവിടുന്ന് എസ് കണ്ടുപിടിക്കാൻ ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എസ് കിട്ടും. ഇനി ഇവിടത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 1/r പി ഈസ് ഈക്വൽ ടു 1/g പ്ലസ് 1/s ചെയ്താൽ മതി. അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഇപ്പൊ ഈ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഗാൽവനോമീറ്ററിനെ വോൾട്ടിമീറ്റർ ആണ് ആക്കണമെങ്കിൽ ഗാൽവനോമീറ്ററിനെ വോൾട്ടിമീറ്റർ ആക്കണം. ഗാൽവനോമീറ്ററിനെ ഒരു വോൾട്ടിമീറ്റർ ആക്കണമെങ്കിൽ ഗാൽവനോമീറ്റർ എടുത്തിട്ട് അതിന് സീരിയസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്കറിയാം ഇതുവഴി ഐ ജി കറണ്ട് പോയി കഴിഞ്ഞാൽ ആ കറണ്ട് തന്നെ ആയിരിക്കും ഇതുവഴി പോകുന്നത്. പക്ഷെ ഇവിടുത്തെ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. ഇവിടുത്തെ വോൾട്ടേജ്, ഇത് വോൾട്ടേജ് ത്രൂ ഗാൽവനോമീറ്റർ വിൽ നോട്ട് ബി ഈക്വൽ ടു വോൾട്ടേജ് ത്രൂ റെസിസ്റ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സീരീസ് കണക്ഷനിൽ കറണ്ട് കോൺസ്റ്റന്റ് ആണ്, വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു നമുക്ക് വി ജി പ്ലസ് വി ആർ എന്ന് എടുത്തു കഴിഞ്ഞാൽ വി ജി എന്ന് പറയുന്നത് ഐ ജി ഇൻറ്റു ജി, വി ആർ എന്ന് പറയുന്നത് ഐ ജി ഇൻറ്റു ആർ എന്ന് എടുക്കാം. അവിടെ നമുക്ക് ആർ കണ്ടുപിടിക്കേണ്ടത്. ആർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. വി മൈനസ് ഐ ജി ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ആർ. അവിടുന്ന് ആർ കണ്ടുപിടിക്കാൻ വി മൈനസ് ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ ജി ഈസ് ഈക്വൽ ടു എന്താ? ആർ. ഇനി റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ജിനെയും ഈ ആറിനെയും കൂട്ടിയാൽ മതി. കാരണം സീരീസ് ആയതുകൊണ്ട് ടോട്ടൽ കണ്ടുപിടിക്കുന്നത് എളുപ്പം. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂമറിക്കലും ചോദിക്കും. ന്യൂമറിക്കലൊക്കെ അടുത്ത ദിവസം ചെയ്യാം. അപ്പൊ ഇത്രയും ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഡെറിവേഷൻസ് ഓരോന്ന് പഠിപ്പിച്ചെങ്കിലും വീണ്ടും വീണ്ടും പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാനായിട്ട്